ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തികളിൽ അപകടത്തിന്റെ മണി മുഴങ്ങുകയാണ്. അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇന്നൊരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലും. ഇന്ത്യ വിരുദ്ധതയുടെ വിഷം തുപ്പിയ ഒസ്മാൻ ഹാദി എന്ന തീപ്പൊരി നേതാവ് കൊല്ലപ്പെട്ടു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ആ കൊലപാതകം നടത്തിയ കൊടും ക്രിമിനലുകൾ ഇപ്പോൾ ഇന്ത്യൻ മണ്ണിലുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ധാക്ക പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മേഘാലയയുടെ വനാന്തരങ്ങളിൽ അവർ ഒളിച്ചിരിപ്പുണ്ടോ, അതോ ഭാരതത്തെ ഒരു ഭീകരവാദ താവളമായി ചിത്രീകരിക്കാൻ ബംഗ്ലാദേശ് നടത്തുന്ന അന്താരാഷ്ട്ര നാടകമാണോ ഇത്? സ്വന്തം രാജ്യത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവർ, മാധ്യമ സ്ഥാപനങ്ങൾ കത്തിക്കുന്നവർ ഇന്ന് ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടുന്നു. പക്ഷെ അവർ ഒരു കാര്യം മറന്നു പോവുകയാണ്. ഇത് 2025 നവഭാരതമാണ്. അതിർത്തി കടന്നു വരുന്ന ഏത് ഭീഷണിയെയും അതിന്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ തകർക്കാൻ കെൽപ്പുള്ള സൈനിക കരുത്തുള്ള ഇന്ത്യ. ബംഗ്ലാദേശിലെ ചോരക്കടിക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും ഇന്ത്യയുടെ വജ്രായുധം പോലെയുള്ള പ്രതിരോധ നീക്കങ്ങളും കാണുക. ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണിത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചതുരംഗത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും അപകടകാരിയായ പേരായിരുന്നു ഒസ്മാൻ ഹാദി. ഷെയ്ഖ് ഹസീന എന്ന കരുത്തുറ്റ ഭരണാധികാരിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ തെരുവിൽ ചോരപ്പുഴ ഒഴുക്കിയ ജൂലൈ വിപ്ലവത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഹാദിയായിരുന്നു. വെറുമൊരു വിദ്യാർത്ഥി നേതാവായിരുന്നില്ല അദ്ദേഹം. മറിച്ച് ഇന്ത്യയുമായി ദശാബ്ദങ്ങളായുള്ള സൗഹൃദം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട കടുത്ത ഭാരത വിരുദ്ധൻ. ഹാദിയുടെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ്: ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ സ്വാധീനവും തുടച്ചു നീക്കുക. ഇൻകുലാബ് മഞ്ച് എന്ന തന്റെ പുതിയ പാർട്ടിയിലൂടെ അദ്ദേഹം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ തയ്യാറാവുകയായിരുന്നു. ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിനെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഹാദി. എന്നാൽ ഡിസംബർ 12-ന് ധാക്കയുടെ തിരക്കേറിയ തെരുവിൽ വെച്ച് മുഖംമൂടി ധരിച്ചെത്തിയവർ ഹാദിയുടെ തലയ്ക്ക് വെടിയുതിർത്തതോടെ ആ അധ്യായം അവിടെ അവസാനിച്ചു. സിംഗപ്പൂരിലെ വിദഗ്ധ ചികിത്സക്കിടയിലും രക്ഷിക്കാനാവാതെ ഡിസംബർ 18-ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പക്ഷേ ഈ മരണം ബംഗ്ലാദേശിനെ നയിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശ് പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമാണ്. കൊലപാതകത്തിലെ മുഖ്യ പ്രതികളായ ഫൈസൽ കരീം മസൂദ്, ആലംഗീർ ഷെയ്ഖ് എന്നിവർ ഇന്ത്യയിലേക്ക് കടന്നതായി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് അഡീഷണൽ കമ്മീഷണർ SN നസറുൽ ഇസ്ലാം സ്ഥിരീകരിച്ചു. അവർ പറയുന്നത് നമുക്ക് പരിശോധിക്കാം. മൈമൻ സിംഗിലെ ഹലുവഘട്ട് അതിർത്തി വഴി ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. അവിടെ പൂർത്തി എന്നൊരാൾ ഇവർക്കായി കാത്തുനിന്നു. തുടർന്ന് സാമി എന്ന ടാക്സി ഡ്രൈവർ ഇവരെ മേഘാലയയിലെ തുര നഗരത്തിലേക്ക് മാറ്റി. ഈ വിവരങ്ങൾ എത്രത്തോളം കൃത്യമാണ്? ബംഗ്ലാദേശ് പോലീസ് ആരോപിക്കുന്നത് അവർ പറയുന്നത് പോലെ ഇന്ത്യ ഈ കൊലയാളികൾക്ക് അഭയം നൽകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യൻ മണ്ണ് ഒരിക്കലും കുറ്റവാളികൾക്ക് സുരക്ഷിത താവളമായിട്ടില്ല. മറിച്ച് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാനായി ശ്രമിക്കുകയാണ്. സ്വന്തം അതിർത്തി കാക്കാൻ കഴിയാത്ത ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നത് ആരുടെ തിരക്കഥയാണ്? ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ISIയുടെയോ ചൈനയുടെയോ ബുദ്ധിയുണ്ടോ എന്ന് ഇന്ത്യ നല്ലതുപോലെ സംശയിക്കുന്നുണ്ട്. ഹാദിയുടെ മരണത്തിന് ശേഷം ബംഗ്ലാദേശ് ഇന്നൊരു നരകമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യം അവിടെ വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. ഇന്ത്യയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ന് അഗ്നിക്കിരയാക്കപ്പെടുകയാണ്. പ്രഥമാലോ, ദ ഡെയിലി സ്റ്റാർ എന്നീ പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകളൊക്കെ പ്രക്ഷോഭകാരികൾ തകർത്തു. സത്യം വിളിച്ചു പറയുന്നവരുടെ നാവരിയുന്ന ഈ രീതി ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ? ഇതിലും ഭീകരമാണ് അവിടെ നടക്കുന്ന വർഗീയ അക്രമങ്ങൾ. മൈമൻ സിംഗിൽ ഒരു ഹിന്ദു ഫാക്ടറി തൊഴിലാളിയെ ആൾക്കൂട്ടം മൃഗീയമായി തല്ലിക്കൊന്ന വാർത്ത കേട്ട് ലോകം നടുങ്ങി. സാംസ്കാരിക സംഘടനകളായ ഛായനാട്ട്, ഉദീച്ചി എന്നിവയ്ക്ക് നേരെയും ആക്രമണങ്ങൾ തുടരുകയാണ്. ബംഗ്ലാദേശിലെ ഈ അരാജകത്വം കേവലം ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. അവിടെ ഉണ്ടാകുന്ന ഓരോ അസ്ഥിരതയും ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹമായും ഭീകരവാദ നുഴഞ്ഞുകയറ്റമായും മാറും. ബംഗ്ലാദേശിലെ ഈ തകർച്ച ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശിനോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അതിർത്തി രക്ഷാ സേനകളിൽ ഒന്നായ BSF നമ്മുടെ അതിർത്തികളിൽ കണ്ണു ചിമ്മാതെ കാവലുണ്ട്. മേഘാലയയിലെയും അസമിലെയും കാടുകൾക്കിടയിലൂടെ ആർക്കും അത്ര എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാനാകില്ല. ആധുനിക ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുക. ലേസർ മതിലുകൾ. അതിർത്തിയിലെ നദികളിലും ദുർഘടമായ പാതകളിലും അദൃശ്യമായ ലേസർ സെൻസറുകൾ വഴി ഓരോ നുഴഞ്ഞുകയറ്റവും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ ഇന്ത്യക്ക് കഴിയും. പിന്നെ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ. രാത്രിയുടെ മറവിൽ ആരെങ്കിലും അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ അവരെ കണ്ടെത്താൻ അത്യാധുനികമായ തെർമൽ സെൻസറുകളും സജ്ജമാണ്. ഇതൊന്നും പോരാതെ ഡ്രോൺ നിരീക്ഷണം. ആകാശത്ത് നിന്നുള്ള 24 മണിക്കൂർ നിരീക്ഷണം അതിർത്തിയിലെ ഓരോ ചലനവും ഡൽഹിയിലെ കൺട്രോൾ റൂമുകളിൽ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ മറികടന്ന് പ്രതികൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ കണ്ടെത്താൻ ഭാരതത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് മിനിറ്റുകൾ മാത്രം മതി.
പ്രതികളെ സഹായിച്ചുവെന്ന് പറയപ്പെടുന്ന പൂർത്തിയും സാമിയും ഇന്ത്യൻ അധികൃതരുടെ നിരീക്ഷണത്തിലാണെന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വിജയം മാത്രമാണ്. ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായും അല്ലാതെയും ഇന്ത്യയുടെ സഹായം തേടിയിട്ടുമുണ്ട്. ഇന്ത്യ എന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ ബംഗ്ലാദേശിനെ പോലെ തീവ്രവാദം അഴിച്ചുവിടുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. ഹാദിയുടെ കൊള്ളയാളികൾ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ ഇന്ത്യക്ക് മടിയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കാനോ ശ്രമിച്ചാൽ അതിനുള്ള തക്കതായ മറുപടി നയതന്ത്രപരമായി തന്നെ നമ്മുടെ ഇന്ത്യ നൽകും. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ഇന്ത്യയോട് പകവീട്ടാൻ നോക്കുന്ന ബംഗ്ലാദേശിലെ ഒരു വിഭാഗം തീവ്രവാദികൾ ഒന്ന് ഓർക്കണം, ഇന്ത്യ നിങ്ങളുടെ ശത്രുവല്ല, മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ വലിയൊരു ശക്തിയാണ്. നിങ്ങളെ ജനിപ്പിച്ചതേ ഇന്ത്യയാണ്. ഇന്ത്യയെ ചൊടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാനാകില്ല. അങ്ങനെ ശ്രമിച്ചാൽ തക്കതായ മറുപടിയും ഇവിടെ നിന്നുണ്ടാകും. ആഹാരത്തിനും വൈദ്യുതിക്കും മരുന്നിനും ഭാരതത്തെ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഭാരതത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്നത് ആത്മഹത്യാപരമാണ്. ബംഗ്ലാദേശിലെ ഈ അസ്ഥിരതയ്ക്ക് പിന്നിൽ വെറും വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല ഉള്ളതെന്ന് വ്യക്തമാണ്. ഇതിന് പിന്നിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും നിഴൽ രൂപങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ബംഗ്ലാദേശിനെ ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഒസ്മാൻ ഹാദിയെ പോലെയുള്ള നേതാക്കൾ ഈ ശക്തികളുടെ കളിപ്പാവുകളായിരുന്നു. ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുമ്പോൾ ലാഭം കൊയ്യുന്നത് ഈ വിദേശ ശക്തികൾ തന്നെയാണ്. ഇന്ത്യയുടെ സുരക്ഷാ കവചം ഭേദിക്കാൻ അവർ നോക്കുന്നു. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിന് മുന്നിൽ ആ മോഹങ്ങളൊക്കെ തകർന്നടിയും. 1971 പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച അതേ ഭാരതത്തിന് ഇന്നും അയൽ രാജ്യത്തെ ഭീകരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ലതുപോലെ അറിയാം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഹാദിയുടെ കൊലപാതകത്തിന് ഹിന്ദുക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നത്? ഭാരത സർക്കാർ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും. ബംഗ്ലാദേശ് ഭരണകൂടം ഈ വർഗീയ അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കും. സാംസ്കാരിക സംഘടനകളെയും കലാകാരന്മാരെയും ആക്രമിക്കുന്നതിലൂടെ ബംഗ്ലാദേശ് തങ്ങളുടെ സുവർണ ചരിത്രത്തെ തന്നെയാണ് കളങ്കപ്പെടുത്തുന്നത്. ആ ചരിത്രത്തെയാണ് അവർ ഇല്ലാതാക്കുന്നത്. ബംഗ്ലാദേശിലെ ഓരോ സംഭവവും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ സദാ സജ്ജരാണ്. കൊലയാളികൾ ഇന്ത്യയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവർ അഴിക്കുള്ളിലാകും. ഈ കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷെ ബംഗ്ലാദേശിലെ അരാജകത്വം ഇന്ത്യയുടെ ശാന്തിയും സമാധാനവും തകർക്കാൻ അനുവദിക്കില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയവും സുരക്ഷാ നയവും ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ശത്രുക്കൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ തേടി പിടിക്കാൻ ഭാരതത്തിനറിയാം. ഹാദിയുടെ മരണം ബംഗ്ലാദേശിലെ ഒരു തിരിച്ചറിവാകട്ടെ. ഇന്ത്യ വിരുദ്ധത കൊണ്ട് ആർക്കും ഗുണമുണ്ടാവില്ല, മറിച്ച് അത് സ്വയം നാശത്തിലേക്കുള്ള വഴിയാണ്. ബംഗ്ലാദേശിലെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ കൂടുതൽ കർക്കശമായ നിലപാടുകൾ എടുക്കേണ്ട സമയമായോ? അതിർത്തി കടന്നു വരുന്ന കുറ്റവാളികളെ ഇന്ത്യ എങ്ങനെ നേരിടണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം.